നിങ്ങളുടെ പണം സേവ് ചെയ്യുന്ന ആൾക്കാരാണോ? സേവ് ചെയ്തിട്ടും അതിന് കൃത്യമായ റിട്ടേൺ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ റിസ്കിന് പേടിച്ച് ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? അപ്പോൾ എന്താണ് സേവിങ്സ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അഞ്ജന സ്റ്റോക്ക് പീഡിയയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ആക്ച്വലി സേവിങ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ക്യാഷ് സേഫായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിലിടാം, FD ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലിടാം, റിക്കറിംഗ് ഡെപ്പോസിറ്റിലിടാം, അതേപോലെ തന്നെ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ക്യാഷുകളെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് കുറഞ്ഞ റിട്ടേൺ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഏകദേശം 2 to 6% റിട്ടേൺ ആയിരിക്കും നമുക്ക് ആനുവലി കിട്ടുക. പക്ഷേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഇന്നിട്ട പണം വേണമെങ്കിൽ ഇന്ന് തന്നെ പിൻവലിക്കാം, നാളെ പിൻവലിക്കാം. നമുക്ക് എപ്പോഴും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമോ നമുക്ക് അപ്പോൾ നമ്മുടെ ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ സേവ് ചെയ്യുന്ന പണം നമ്മുടെ ഇൻഫ്ലേഷൻ കാരണം പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഗ്രോത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളുടെ പണം നമ്മൾ സേവ് ചെയ്താൽ മാത്രം മതിയാകുമോ? അവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാൽ നമ്മുടെ ക്യാഷ് അത് ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് വരുന്നത്. ഇപ്പം നമുക്കതിന് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റുകളുണ്ട്. നമുക്ക് സ്റ്റോക്കിൽ നിക്ഷേപിക്കാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിലും ETFസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പണത്തിന് കൃത്യമായ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ ഇതിന് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ സ്റ്റഡീസും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്റ്റോക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലാണെങ്കിലും അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും നമ്മൾ കൃത്യമായി സ്റ്റഡി ചെയ്തിരിക്കണം. ഇങ്ങനെ കൃത്യമായി സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈ റിട്ടേൺ കിട്ടുക. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയും. ഇപ്പം നമ്മളുടെ ബജറ്റ് നമ്മൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്തതിന് വേണ്ടി നമുക്കൊരു റൂൾ ഉണ്ട്, അല്ലേ? 50-30-20 റൂൾ എന്നാണ് അതിനെ പറയുന്നത്. അതായത് 20% സേവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിന് വേണ്ടി മാറ്റി വയ്ക്കുക, 30% നമ്മുടെ വാണ്ട്സിന് വേണ്ടി ഉപയോഗിക്കുക, 50% നമ്മുടെ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം നിങ്ങളൊരു 50,000 രൂപ മാസം ശമ്പളമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ 20% അതായത് 10,000 റുപ്പീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. അത് മ്യൂച്വൽ ഫണ്ടായോ സ്റ്റോക്കിലോ എങ്ങനെ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കി 30% എന്ത് ചെയ്യാം? നിങ്ങളുടെ വാണ്ട്സ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി ചിലവഴിക്കാം. അതായത് 15,000 റുപ്പീസ് നിങ്ങൾക്ക് പുറത്തുപോയി ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനും ഷോപ്പിംഗ് ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങളുടെ നീഡ്സ് ആണ്. ആ നീഡ്സ് എന്ന് പറയുന്നത് ചിലപ്പം EMI പേ ചെയ്യുന്നതായിരിക്കും, റെൻ്റ് അടയ്ക്കേണ്ടതായിരിക്കും, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ വേണ്ടി ഉപകരിക്കാം. ഇങ്ങനെ നമ്മളൊരു ബഡ്ജറ്റ് റൂൾ കൊണ്ടുവയ്ക്കാൻ തന്നെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമുക്ക് കൃത്യമായിട്ടൊരു മണി മാനേജ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പണം ഏത് വഴിയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏത് കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് ചിലവാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ നമ്മുടെ മണി മാനേജ്മെൻറ്റ് വളരെ ഈസി ആവുകയും ചെയ്യും. ഈ റൂൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് 10,000 റുപ്പീസ് അതായത് നമ്മുടെ 20% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 10 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഒരു 30 to 40 lakhs എന്ന രീതിയിൽ നമ്മുടെ ക്യാഷിനെ നമുക്ക് ഗ്രോ ചെയ്യിക്കാനായിട്ട് പറ്റും. അല്ല ഇത് വെറും സേവിങ്സ് മാത്രമാണെന്ന രീതിയിൽ ഇടുകയാണെങ്കിൽ തികച്ച് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സേവിങ്സും ഇൻവെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി മുതൽ നിങ്ങൾ സേവ് ചെയ്യാനാണോ പോകുന്നത് അതോ ഇൻവെസ്റ്റ് ചെയ്യാനാണോ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.